ഇന്ത്യ എന്നും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രമാണ്. കോവിഡ് പ്രതിസന്ധിയിൽ ഇസ്രായേലിലേക്ക് കോവാക്സിൻ മരുന്നുകൾ അയച്ച രാജ്യം, ആരോഗ്യ സംവിധാനം തകർന്നപ്പോൾ ശ്രീലങ്കയിലേക്ക് അടിയന്തര മരുന്നുകൾ എത്തിച്ച രാജ്യം, എന്തിന് പതിറ്റാണ്ടുകളുടെ ശത്രുതയ്ക്കിടയിലും പാകിസ്ഥാനിലേക്ക് വരെ പ്രളയ ദുരിതാശ്വാസം എത്തിച്ച രാജ്യം. ഇന്ന് പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കുന്ന തുർക്കിക്ക് പോലും ഒരിക്കൽ ഭൂമികുലുക്കത്തിൽ നടുങ്ങി പകച്ച് എന്ന സമയത്ത് ആദ്യം താങ്ങും തണലുമായി എത്തിയത് ഇന്ത്യയായിരുന്നു. ഇന്ത്യയുടെ ഈ സമീപനം ഇപ്പോൾ നിശബ്ദമായി അഫ്ഗാൻ ജനതയുടെ ഹൃദയം കീഴടക്കുകയാണ്. പാകിസ്ഥാൻ അഫ്ഗാൻ മണ്ണിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഡസൻ കണക്കിന് പേരുടെ മരണത്തിന് ഇടയാക്കുകയും പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ പ്രാധാന്യമർഹിക്കുന്നു. മാനുഷിക സഹായത്തിലും വ്യാപാരത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ ബന്ധമാണ് ഇന്ത്യ അവിടെ കെട്ടിപ്പടുക്കുന്നത്. വെള്ളിയാഴ്ച 73 ടൺ ജീവൻ രക്ഷാ മരുന്നുകളും വാക്സിനുകളും ഇന്ത്യയിൽ നിന്ന് കാബൂളിൽ എത്തിയിരിക്കുന്നു. താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായ ഈ ഘട്ടത്തിൽ അഫ്ഗാന് എന്നും വിശ്വാസയോഗ്യമായ ഒരു സൗഹൃദത്തെയാണ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നത്. ഈ മനുഷ്യത്വപരമായ നീക്കങ്ങൾക്കൊപ്പം തന്നെ സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുമുണ്ട് ഇന്ത്യയിലെ പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളായ സൈഡസ് ലൈഫ് സയൻസസ് അഫ്ഗാനിലെ റോഫിസ് ഇന്റർനാഷണൽ ഗ്രൂപ്പുമായി $100 ബില്യൺ ധാരണാപത്രം ഒപ്പുവെച്ചു. ഇത് കേവലം മരുന്ന് കയറ്റുമതിയിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് അഫ്ഗാനിസ്ഥാനിൽ അവശ്യ മരുന്നുകളുടെ നിർമ്മാണം തുടങ്ങാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ കൂടി ഇന്ത്യ കൈമാറുന്നുണ്ട്. ദുബായിലെ അഫ്ഗാൻ കോൺസുലേറ്റിൽ വെച്ച് കരാർ ഒപ്പിട്ടതിന് പിന്നാലെ താലിബാൻ വാണിജ്യമന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി ഇന്ത്യ സന്ദർശിക്കുകയും അഫ്ഗാനിസ്ഥാനിൽ നിക്ഷേപം നടത്തുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് പൂർണ്ണമായ സുരക്ഷാ ഗ്യാരണ്ടി ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മനോഭാവമാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നയതന്ത്രത്തെ എന്നും രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലോകം അങ്ങനെ ഒരു സമീപനത്തിന് ഒട്ടും കൊള്ളാവുന്ന ഒരിടമല്ലെന്ന് എത്ര തവണ തെളിയിച്ചാലും ഇന്ത്യ ആ മനോഭാവത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നമ്മുടെ പൈതൃകത്തിന്റെ വ്യക്തിത്വമാണ് ഇന്ത്യയുടെ ഈ നിലപാട്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്നും ഒരു വെളിച്ചമായി തന്നെ നിലനിൽക്കും. ദുഷ്ടശക്തികളുടെ ഒരു കൊടുങ്കാറ്റിനും പേമാരിക്കും കെടുത്താൻ പറ്റാത്ത ഒരു വിളക്കായി അത് നിലകൊള്ളും. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.